ഇന്ന് നമ്മൾക്ക് ഒരു ഷോപ്പിംഗ് വീഡിയോ കാണാം കേട്ടോ. ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത വീഡിയോസാണിത്. ഇതൊക്കെ ടീഷർട്ട് ഡെയിലി വെയർ ആയിട്ടോ കോളേജ് വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടീഷർട്ടുകളാണ്, ലേഡീസിൻ്റെയൊക്കെ. പിന്നെ ഷോർട്ട് ടോപ്പുകൾ, പിന്നെ ഷർട്ട് മോഡൽ കുറച്ച് കോളർ ടൈപ്പ് ടോപ്പ്, ജീൻ പാൻറ്റിൻ്റെയൊക്കെ കൂടുതൽ പെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പുകൾ, അങ്ങനെയൊക്കെയുള്ള ടോപ്പുകൾ ഒക്കെ ആയിരുന്നു ഇത്. പിന്നെ ഫുൾ സ്ലീവുള്ള ഷർട്ട്, അതെല്ലാം അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ടീഷർട്ടുകളുടെ നിറയെ കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ജീൻ പാൻറ്റ്, ഏത് ടൈപ്പ് വേണമെങ്കിലും ഉള്ള ജീൻ പാൻറ്റ് ഉണ്ടായിരുന്നു. അതിന് ചേരുന്ന കുറേ ടീഷർട്ടുകൾ, ഷോർട്ട് ലെങ്ത് ആയിട്ടുള്ളതും ഒക്കെ ടീഷർട്ട്. ഇത് ഓവർ സൈസ് ടീഷർട്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് ഇത്തിരി നല്ല ലൂസായിട്ട് ഇടാൻ പറ്റും. ടീനേജേഴ്സുകാർക്കൊക്കെ നല്ല ഫ്രീ ആയിട്ടത്, കുറച്ച് തടിയുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ കുർത്തീസായിരുന്നു. ഇത് 299 ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ തുണി തീരെ കട്ടി കുറഞ്ഞതായിരുന്നു. പിന്നെ ലെങ്ത്തും കുറവായിരുന്നു. ഇതെല്ലാം മിക്സഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലായിരുന്നു. സിൽക്ക് മെറ്റീരിയലും ഉണ്ട്, അതിൻ്റെ അകത്ത് കോട്ടനും ഉണ്ട്. ഇത് 499 ആയിരുന്നു. ഇതൊക്കെ ഒരു സിൽക്കും കൂടെ ചേർന്ന്, ഒരു യെല്ലോയൊക്കെ ഒരു സിൽക്കും കൂടെ ചേർന്ന ഒരു മെറ്റീരിയലാണ്. പിന്നെ വൈറ്റിൻ്റെ വെറൈറ്റി, ഓഫ് വൈറ്റ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. വൈറ്റിനോട് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരുപാട് സെലക്ഷൻ ഉണ്ട്. പിന്നെ ഗ്രീനും ഒരു സിൽക്ക് മെറ്റീരിയലാണ്, അതൊരു സിൽക്ക് മെറ്റീരിയലായിരുന്നു. പിന്നെ ആ പർപ്പിൾ കണ്ടു, അതും സിൽക്ക് മെറ്റീരിയലാണ്. സിൽക്ക് ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ, അത് യൂസ് ചെയ്യാം. അതും ശരിക്കും ലെങ്ത്ത് കുറച്ച് ഷോർട്ടായിട്ട് എനിക്ക് തോന്നി. ഒരു ഷോർട്ട് കുർത്തയൊക്കെ പോലെയാണ് അത് തോന്നിയത്. പിന്നെ പലാസ പാൻറ്റുകൾ വൈറ്റ്, നമ്മളുടെ അടുത്ത് ചുരിദാറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ആകുന്ന കുറേ വൈറ്റിൻ്റെ വെറൈറ്റി ബോട്ടംസ് അവിടെ കണ്ടു. ഇതൊക്കെ കുർത്തീസാണ്, എല്ലാതും 399 കുർത്തീസാണ് ഇതെല്ലാം. പിന്നെ കുറേ ചപ്പലിൻ്റെ വെറൈറ്റി കളക്ഷൻസ് കണ്ടു കേട്ടോ. കോളേജിലേക്ക് യൂസ് ചെയ്യാനും ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനും ഒക്കെ ആയിട്ട് കുറേ മോഡൽ ചപ്പൽസൊക്കെ കണ്ടു. അതിനുശേഷം ഞങ്ങൾ ട്രെൻഡ്സിൽ പോയി കേട്ടോ. ട്രെൻഡ്സിൽ പോയിട്ട് ആ ഹാങ് ചെയ്തേക്കുന്ന ടൈപ്പെല്ലാം ചിലത് ബോട്ടം ഇൻക്ലൂഡഡ് ആണ്, ചിലത് അല്ലാതെയുണ്ട്. എല്ലാം 1000 എബവ് ആണ്. പക്ഷേ അതിൻ്റെ മെറ്റീരിയൽ കുറച്ചൊരു സിൽക്ക് കലർന്നിട്ട് ബൂട്ട വർക്കൊക്കെ ഉണ്ട്. ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. തുണി കുറച്ചും കൂടെ ക്വാളിറ്റി തോന്നി. എല്ലാം 1000 എബവ് ആണ്. ഇതൊക്കെ അതെ, ഇതൊക്കെ ഒരു 1200 1400 ആ റേഞ്ചൊക്കെ വരും. ബോട്ടം ഇൻക്ലൂഡഡ് ആണ്. ഇതൊരു 799 ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. ഇത് 899, അതിൻ്റെ കുർത്തീസാണത്. ബോട്ടം കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഡെയിലി വെയറിൻ്റെ ഉണ്ട്, 400ൻ്റെയും 500ൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. ബോട്ടമില്ല, കുർത്തീസ് മാത്രം. പിന്നെ നമുക്ക് നമ്മളുടെ കയ്യിൽ ചുരിദാർ ടിഷ്യൂ മെറ്റീരിയൽ ചുരിദാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷാളില്ലാതെ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്നതാണെങ്കിൽ ഇവിടെ സെപ്പറേറ്റ് ഷാളുണ്ട് കേട്ടോ. 500 ഒക്കെയാണ് റേറ്റ് വരിക. സിൽക്ക് മെറ്റീരിയലിൻ്റെ ഷാളുണ്ടായിരുന്നു. പിന്നെ ടിഷ്യൂ മെറ്റീരിയലിൻ്റെ, സാദാ ഷിഫോണിൻ്റെ, കുറച്ച് ക്വാളിറ്റി കൂടിയതാണെന്ന് തോന്നുന്നു. ഈ ഷാളുകളൊക്കെ, ഇതൊക്കെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഷാളുകളാണിത്. പിന്നെ കുറേ ഫ്രോക്ക് ടൈപ്പ് കുർത്തീസ്, അംബർല കട്ട്, ആലിയ കട്ട്, അങ്ങനത്തെ കുറേ ഫ്രോക്ക് മോഡൽ, ഫുൾ സ്ലീവ്, സ്ലീവ്ലെസ്, അങ്ങനത്തെ കുറേ മോഡലുണ്ടായിരുന്നു.
ഇതൊക്കെ ആ മോഡലാണ്. ഇതൊക്കെ ഫ്രോക്ക് ടൈപ്പ് കുർത്തീസാണ്. പിന്നെ ഇതെല്ലാം ഫുൾ സ്ലീവിൻ്റെ ടോപ്പുകൾ, ജീൻ പാൻറ്റിന് പെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പ്, ടീഷർട്ട്, ബാഗിൻ്റെ ഒരു നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ചെറിയ ഗേൾ ബേബീസിൻ്റെ നല്ല നല്ല ഫ്രോക്ക്. ഇത് ടീഷർട്ട്, അവരുടെ കോട്ടൺ ഉടുപ്പുകളെല്ലാം, ഫ്രോക്ക് കോട്ടണിലുള്ളത്, അവർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടീഷർട്ട് ബോയ്സിൻ്റെയും ബോയ് ബേബിയുടെയും ഗേൾ ബേബിയുടെയൊക്കെ ടീഷർട്ട്, പിന്നെ ബാബ സൂട്ട്, ഫ്രോക്ക് അങ്ങനെയൊക്കെ കണ്ടു. പിന്നെ ചെറിയ ബേബികൾക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടൻ്റെ നിക്കറും ടോപ്പും കൂടെ സെപ്പറേറ്റഡ് ആണ്. നമ്മൾക്ക് ഇഷ്ടമുള്ളത് അതിൽ നിന്ന് എടുക്കാം. പിന്നെ ഇപ്പോഴത്തെ ഈ മെറ്റീരിയലിൽ അവർക്ക് കുട്ടികൾക്കാണെങ്കിലും ധരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിലുള്ള നല്ല മെറ്റീരിയൽസിൻ്റെ അതൊക്കെ ടീഷർട്ടാണ്. കുഴപ്പമില്ലാത്ത മെറ്റീരിയലായിരുന്നു. എന്നാലും കുറച്ച് വില അധികമായിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ റിലയൻസിൻ്റെ സ്മാർട്ട് ബസാറിൽ പോയിട്ടോ. അവിടുത്തെ ബിരിയാണി പോട്ടാണത്. അത് 1500, 2500, 3500. അത് നല്ല ഒരു യൂസ്ഫുള്ളായിട്ട് തോന്നി. അതൊരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ആവശ്യത്തിന് അത് ഉപയോഗിക്കാം. കുറച്ച് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ കാസറോളിൻ്റെ നല്ലൊരു കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. എല്ലാം ഒരു 240 അല്ലെങ്കിൽ 350 ആ ഒരു റേറ്റിലൊക്കെ ആയിരുന്നു. കുഴപ്പമില്ലാത്ത കുറച്ച് മോഡൽസൊക്കെ കണ്ടു. പിന്നെ അവിടുത്തെ ഞങ്ങൾ വെജിറ്റബിൾസിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ അടുത്ത് പോയി കുറച്ച് അതെല്ലാം ഒക്കെ ഒന്ന് നോക്കി. അതിന് ശേഷം അവിടെ ബ്രാസിൻ്റെ ഐറ്റംസിലുള്ള കുറച്ച് നമുക്ക് ഗിഫ്റ്റ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നടരാജ വിഗ്രഹം, പിന്നെ നിലവിളക്ക്, കൃഷ്ണ വിഗ്രഹം, അങ്ങനത്തെ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് അതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി. അതിന് ശേഷം ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോന്നു.